रेशम का रुमाल गले में डाल के तू आ जाना, आ वेट करूं मैं चोरी वाली लिपस्टिक लगा के यार कब से खड़ी हूँ दरवाजे पे। ओ रेशम का मेरा बिछुआ चम चम बोले रे, मेरी नतनी हाले डोले, मेरा बिछुआ चम चम बोले। हमारी लाल चुनरिया सर से सरकती जाए दिलदार मेरे में। 1 2 3 4 हाँ ब्रांडेड वाला परफ्यूम लगा के यार कब से छुपी हूँ मैं रजाई में। ओ रेशम का जब जब देखो चेहरा तेरा होश में आवारा, बंजारा तेरी हुई मैं तू मेरा बंजारा, ढोलना सबसे तू मुझको है ये प्यारा। रेशम का रुमाल गले में डाल के तू आ जाना डार्लिंग मेरे में। मैं महंगी वाली भोग लगा के यहाँ कब से खड़ी हूँ दरवाजे पे। ओ रेशम का मैं चोरी वाली लिपस्टिक लगा के यार, मैं महंगी वाली भोग लगा के यहाँ, हाँ ब्रांडेड वाला परफ्यूम लगा के यार कब से खड़ी हूँ दरवाजे पे। ओ रेशम का സാധാരണ ഡാൻസ് ഒക്കെ ആണെങ്കിൽ ഒരു ക്ലാസിക്കൽ സ്റ്റൈലൊക്കെ കളിച്ചിരുന്ന ദിയയുടെ വേറൊരു സ്റ്റൈൽ നമ്മൾ കണ്ടു അല്ലേ ശരത് സാർ? ബദ്രി വേറെ പല ടോൺ ഇറക്കി തുടങ്ങി. ബദ്രി ഇവിടെ ഉള്ള ഈ പ്ലാനറ്റിലെ ഉള്ള ആളല്ല, പറഞ്ഞുകൂടാ. എന്തായിരുന്നു ബദ്രി? സൂപ്പർ, പൊളിച്ചു, അടിപൊളി. ഓക്കെ ചോദിക്കാം, നമുക്ക് ചോദിക്കാം. ചേച്ചി ദിയാക്കുട്ടി എന്തോ നല്ല രസമായിട്ട് പാടി. താങ്ക് യു മാം. ഈ പാട്ട് മോളാണ് സെലക്ട് ചെയ്തത്? ഇത് അറൌണ്ട് 2022 ഇറങ്ങിയൊരു പാട്ടല്ലേ? അപ്പം ഈ പാട്ടിൽ എനിക്ക് കുറച്ച് പ്രശ്നം തോന്നിയത് ഹിന്ദി പ്രൊണൗൺസിയേഷനാണ്. ഝുംക, മേ ഖടി ഹൂ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഓക്കെ, അത് ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു കുറച്ചുകൂടെ എനർജി. ഞാൻ ഈ പാട്ട് ഒറിജിനൽ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ എനർജി ആക്ച്വലി ഈ പാട്ടിലുണ്ട്. പക്ഷെ എന്നാലും മോളുടേതായ രീതിയിൽ ഡാൻസ് ഒക്കെ നല്ല ഗ്രേസ്ഫുൾ മൂവ്മെന്റ്സ് ആയിരുന്നു മോളുടെ. താങ്ക് യു മാം. പക്ഷെ എന്നാലും ദിയാക്കുട്ടി നമ്മളൊരു കോമ്പറ്റീഷന് പാടാൻ പറ്റിയ പാട്ടും ലൈക്ക് പ്രത്യേകിച്ച് അധികം മോൾക്ക് പ്രൂവ് ചെയ്യാനൊന്നുമില്ല ഈ പാട്ടിൽ. അഫ്കോഴ്സ് ആറ്റിറ്റ്യൂഡ് കാണിക്കാം, കാരണം അത്രയും സിംഗിങ് ഒരുപാട് സ്കോപ്പില്ല ഈ പാട്ടിന്. അപ്പോൾ മോൾക്ക് വേറെ പാട്ടിൽ എന്തായാലും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതായിരുന്നു എന്ന് മാത്രം സജഷൻ. ഓക്കെ, വെരി ഗുഡ് സജഷൻ. കാരണം കുറേ പാട്ടിലുണ്ടല്ലോ മോൾക്ക്. ഹിന്ദി പാട്ടിൽ തന്നെ ഇഷ്ടമാണെങ്കിലും ഒരുപാട് പാട്ടിലുണ്ട്. അപ്പോൾ ഈ പാട്ട് മോശമാണെന്നല്ല, മോളുടെ കാലിബർ വെച്ചിട്ട് മോൾക്ക് ഇതിനെക്കാട്ടിലും സൂപ്പർ പാട്ടിൽ പാടാൻ പറ്റും. മോളെ നിത്യ പറഞ്ഞത് ഇഷ്ടം പോലെ പാട്ടുകളുണ്ടടാ, ഉഗ്ര നല്ല കിടുക്കാച്ചി പെപ്പി. നമ്മൾ ആ പാട്ടിനകത്ത് തന്നെ ഒരു തുള്ളലുള്ള പാട്ടുകളുണ്ട്. നമ്മൾ ഇത്രയും ഫിസിക്കൽ സ്ട്രെയിൻ ഇല്ലാണ്ട് ചുമ്മാ നിന്ന് അനങ്ങിയാൽ തന്നെ നമ്മൾ ചാടി തള്ളുന്ന പാട്ടുകളുണ്ട്, ഉഗ്രം പാട്ടുകൾ. കേട്ടോ മോളെ, അത് കുറച്ചും കൂടെ പിന്നെ ഈ സെലക്ഷനിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കണം. പാട്ടുകളെല്ലാം നല്ലതാണ് അതിൻ്റെ സ്വഭാവത്തിൽ, പക്ഷെ ക്വാളിറ്റി എന്നുള്ള ഒരു കാര്യം നോക്കണം മക്കളെ, കേട്ടോ. അത്രേ ഉള്ളൂ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ചേച്ചി. മോളുടെ പ്രസന്റേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. നല്ലതായിരുന്നു. മോളുടെ ഒരു ഇത്രയും ലൈറ്റ് ഒക്കെ ഉണ്ടായിട്ടും കണ്ണു കാണാൻ വയ്യാതെ ഒരു റാന്തലും കൊണ്ടുവന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നി. പക്ഷെ അതൊരു ക്യാരക്ടറാണ് അല്ലേ? ആ സിനിമയിലെ ക്യാരക്ടർ വെച്ചിട്ടാണ് മോൾ അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ കൈ ഇവിടെ തട്ടി പൊള്ളിയോ? ചെറിയ തോതിൽ, ചെറിയ രീതി, സാരമില്ല. പക്ഷെ എന്നാലും അത് മോൾ അത് പ്രോപ്പർട്ടി യൂസ് ചെയ്തു. നമുക്കതൊരു
കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമുള്ള പെർഫോമൻസ് ആണ്. പിന്നെ മോളുടെ ശബ്ദത്തിനൊരു സുഖമുണ്ട്. അത്രയല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പാടി ഇങ്ങനെ നമ്മളെ വിസ്മയിപ്പിക്കാൻ അതിനകത്തൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ചില ആ കണക്ഷനൊക്കെ നല്ലതായിരുന്നു. ചെറിയൊരു സംഗതി വന്നിട്ട് കണക്ട് ചെയ്യുന്ന ആ ഭാവം പാടാൻ എവിടെയൊക്കെ നല്ലതായിട്ടുണ്ടോ, എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ അവിടെയൊക്കെ മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ചേട്ടാ. സോറി സുദീപേട്ടാ, ചേട്ടാ. ജയകുട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായി പാടി, കാണാനും ഇറ്റ് വാസ് ഗുഡ്. എടാ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആരാ നിത്യ പറഞ്ഞാണ്. ഇനി ഉള്ള റൗണ്ട്സ് ബി വെരി കെയർഫുൾ അബൌട്ട് ദിസ് സോങ് യു സെലക്ട്, കേട്ടോ? വിധി ഗ്രൂമേഴ്സ് ചിന്തിച്ച് എടുക്കുക. ആൻഡ് ദ വേ യു മൂവ്ഡ് ടു സൂപ്പർ സ്റ്റേജിൽ ഗ്രേസ്ഫുൾ. താങ്ക് യു ചേട്ടാ. ശരത് സാർ. മക്കളെ, ദിയേ, എന്തോ കുഞ്ഞെ, എന്തോ എല്ലാരും പറഞ്ഞത് കേട്ട് മോള് ക്ഷീണിച്ചോ? ഞാൻ പറയുന്നതോടെ കേട്ട് ക്ഷീണിക്കും. മക്കളെ, നന്നായിട്ട് പാടി കേട്ടോ. മോള് നന്നായിട്ട് തന്നെ പാടിയതാ, അത് അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ എൻ്റെ ലിറിക്ക് ഇപ്പം നിത്യ എനിക്ക് പറഞ്ഞല്ലേ, ഞാൻ ഹിന്ദിയിൽ 0 ആണ് മോളെ. അതുകൊണ്ട് ഹിന്ദി പറഞ്ഞപ്പോൾ എനിക്കത് ഇച്ചിരി ഒരു തോന്നി. അത് കുഴപ്പമില്ല. ഇനി എടുക്കുമ്പോൾ നോക്കി എടുക്കുക കേട്ടോ മക്കളെ. നല്ല നല്ല ഉഗ്രം പാട്ടുകളുണ്ടടാ. അത് അസാധ്യ പാട്ടുകൾ. അത് നമുക്ക് പാടാനും അതുപോലെ തന്നെ പെർഫോം ചെയ്യാനും ഉള്ള പാട്ടുകൾ എത്ര എണ്ണം കിടക്കുന്നു. അത് പുതിയതൊന്നുമില്ല, പഴയതൊക്കെ തന്നെ. പഴയത് മതി. 60s തന്നെ ഹിന്ദിയിൽ അതിഗംഭീരങ്ങളായ ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ട്. അയ്യോ, അത് ആശാജിയുടെ ഒക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നാൽ എൻ്റെ അമ്മച്ചിയോ. അതൊക്കെ നോക്കാട്ടെ ഇനി സെലക്ട് ചെയ്യുമ്പോൾ. പിന്നെ മോള് നന്നായിട്ട് പാടി. മോള് ഡാൻസ് ചെയ്തൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നല്ല ചന്തം ഉണ്ടായിരുന്നു മോള് ചെയ്തത്. എനിക്ക് മോളുടെ അടുത്തല്ല സംസാരിക്കാനുള്ളത്, എനിക്ക് ലവന്റെ അടുത്താണ്. നീ എവിടുന്നാടേ വരുന്നത്? നിന്റെ സ്വദേശം ഏത്? നീലേശ്വരം, കാസർഗോഡ്. ഇവിടെ തന്നെ ആണോ അതോ വേറെ എവിടുന്നെങ്കിലും ആണോ? അല്ല. അല്ലല്ലോ. അല്ല. നീ അസാധ്യമാടാ. താങ്ക് യു സർ. നീ ഒരു കിടക്കാച്ചിയാ. നീ അതിന് പറഞ്ഞ ആ 1 2 3 4 എന്നൊന്നും പറഞ്ഞ് കേൾപ്പിക്കന്നെ. 1 2 3 4 അതൊരു ഛർദിക്കുന്നോണ്ടൊരു സാധനം. അത് കേൾക്കട്ടെ. इतनी हाले डोले मेरे बिछुआ चमचम बोले रे, मेरे इतनी हाले डोले मेरे बिछुआ चमचम बोले, हम मेरी लाल चुनरिया सर से सरकती जाए दिलदार मेरे में 1 2 3 4. हाँ ब्रांडेड वाला ബ്യൂട്ടിഫുൾ. അതുപോലെ ഒരു ഹിന്ദി ഡയലോഗ് ഉണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക്. അത് കൂടെ പറ. ചക്കര അത് മലയാളമായിരുന്നു അതല്ലേ? അല്ല, ഇടയ്ക്കൊരു ചക്കര. ഓ ട്രാക്ക് ഇറ്റ്. എന്ത്? ഓ ചക്കര എന്നാ കേട്ടത് ഞങ്ങൾ. എന്താ പയ്യെ പറഞ്ഞേ? ഓ ട്രാക്ക് ഇറ്റ് അങ്ങനെ എന്തോ പറഞ്ഞു, എനിക്കറിയില്ല. എന്താണ് സംഭവം? ഓക്കെ. അല്ല, സംസാരിക്കുമ്പോഴേ അതൊന്നും ഇടാവോ? പറയും. റെഡി? അതിനു മുമ്പുള്ള 1 2 3 4 അങ്ങനെ 1 2 3 4. ഓ ട്രാക്ക് 1 2 3 4 അങ്ങനെ സംഭവം. അത് കൊള്ളാം കേട്ടോ. സൂപ്പർ. നമ്മുടെ പാറു മധുവില്ലേ, മധുബാലകൃഷ്ണൻ, അത് എന്നെ വിളിക്കും ചിലപ്പോഴൊക്കെ. അവൻ ചിലപ്പോൾ എന്നെ മിക്കവാറും വിളിക്കും. അപ്പോൾ ശരത്തേട്ടൻ ഇന്നലെ ശരത്തേൻ്റെ പാട്ടാ പാടി. ഞാൻ പറയും ഏതാ രാഗം. അവൻ സംസാരിക്കുന്നത് വളരെ സോഫ്റ്റാണ്. പാടുമ്പോൾ ഒരു ഭീകര ഒരു ഡൈനസോറിന്റെ ശബ്ദമാണ്. അസാധ്യ പാട്ടുകാരനാണ്. എനിക്ക് ആ ചക്കരെ കുറെ ഇഷ്ടമാണ്. പക്ഷെ അവൻ പറയുന്ന അത് സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പറയുമ്പോൾ വളരെ സോഫ്റ്റാണ്. പാടാൻ അങ്ങോട്ട് വരുമ്പോൾ അവൻ്റെ ദേഹത്തൊരു ബാധ കയറും, അതിനെ വെച്ച് വീറോട് കയറാം. എനിക്ക് അവൻ പാടി ഒരു പാട്ട് കാര്യം നിങ്ങൾക്ക് ആരും കേട്ടിട്ടില്ല. തിരക്കഥ എന്നുള്ള ഫിലിമിൽ അതിൽ പാലപ്പൂതളിലാണ് കൂടുതൽ ഹിറ്റായത്. പക്ഷെ അതിൽ അരികിൽ നീ ഇല്ല എന്ന സത്യത്തിന് എന്ന് റഫീഖ് അഹമ്മദിൻ്റെ ഒരു വരികൾക്ക് ഞാൻ കമ്പോസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായൊരു പാട്ടാണ്. അപ്പം അത് കേൾക്കണം ഉറപ്പായിട്ട് കേട്ടോ. പാടുമോ? അപ്പൊ നമുക്കത് കേൾക്കാല്ലേ? സുദീപേട്ടൻ പറഞ്ഞു ഞങ്ങൾക്കും കേൾക്കണം അല്ലേ? ഉറപ്പായിട്ട് കേൾക്കണ്ടേ? അല്ല, തീർച്ചയായിട്ടും എനിക്കത് കുറെ സന്തോഷം. ഇതിൽ നിങ്ങൾക്കൊരു ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം പറയാം. നിങ്ങളുടെ ഗ്രൂമർ രൂപേഷിന് കുറെ ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ രൂപേഷിനും കൂടെ വേണ്ടിയാ ഞാനിത് പാടുന്നു. ഡെഡിക്കേഷൻ. പിന്നെ നമ്മുടെ ചക്കര മധുവിനും പാടി. ഓക്കെ. ആ ഓ അരികിൽ
നീയില്ല എന്ന സത്യത്തിനെ അറിയുവാനായതില്ലെനിക്കിപ്പോഴും. അതിനു മണ്ണിൽ ചിരിക്കാതിരിക്കണം ഇനിയൊരിക്കലും പിച്ചകപ്പൂവുകൾ, പിച്ചകപ്പൂവുകൾ. അരികിൽ നീയില്ല എന്ന സത്യത്തിനെ അറിയുവാനായി ഇന്നെനിക്കിപ്പോഴും. ഓക്കെ, മക്കൾക്ക് ഇഷ്ടമായല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. സൂപ്പർ, താങ്ക് യു ശരത് സാർ, താങ്ക് യു. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. ശരത് സാർ. മക്കളെ എന്തോ 8.7. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. വേണിച്ചേട്ടാ. മോളെ എന്തോ 8.5. താങ്ക് യു സർ. താങ്ക് യു വേണിച്ചേട്ടാ. ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 17.2. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Ni pa maga sa sa